അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ കുരിശിൽ നിന്റെ ജീവൻ സമർപ്പിച്ച ലോകത്തിൻ്റെ രക്ഷയുടെ ഈ വിശുദ്ധ ദിനത്തെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്, വീണ്ടും നിന്റെ മരണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ നന്ദിയോട് അനുസ്മരിക്കുന്ന കർത്താവേ. നിന്റെ രക്ഷയുടെ കുരിശ് ഞാൻ ഉയർത്തിക്കൊണ്ട് ആരെല്ലാം തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം പാപശാപങ്ങളിൽ വീണിട്ടിട്ട് മുന്നോട്ട് ഗതി കിട്ടാതിരുന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നിന്റെ പാപശാപബന്ധനങ്ങൾ ഈശോനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും
ഇന്ന് ഓരോരോ കാര്യങ്ങൾക്കായി യാത്ര തിരിക്കുന്ന എല്ലാവരും, ഓരോരോ വിഷയങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾ സർവോപരി മുതുകിന് മുഴുവൻ നീര് വന്നിട്ട് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരാളെ പുരുഷനെ കാണിക്കുന്നുണ്ട് കർത്താവ്. ആ മകൻ്റെ മുതുകിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴൽ വീഴുന്നു. അവനെ കർത്താവ് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, the fire fingers soaked with the precious blood. I command you, in the name of Jesus Christ, you be healed. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും ബാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഐസയുടെ പ്രവചനങ്ങളുണ്ട്. അത് നമ്മളിന്ന് എല്ലാവരും സുവിശേഷമായിട്ട് വായിക്കും. അത് ഐസയ 53:7 നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. അത് വെറുതെ വായിച്ച നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം യേശുവിനെ സ്നേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരും ഒക്കെ എല്ലാം വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ പുത്തമ്പാനെയൊക്കെ വായിച്ച് ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്കിന്ന് ദൈവത്തിന് അവർക്കുണ്ടായതിനേക്കാൾ അറിവുകളുണ്ട്, പക്ഷെ ആത്മബന്ധമില്ല. ഇത് ഒരു ട്രാജഡിയാണ്. അറിവ് കൂടിയപ്പോൾ ആത്മബന്ധം കുറഞ്ഞു, അതുകൊണ്ട് അനുഭവങ്ങളും കുറഞ്ഞു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ട്രാജഡി യേശുക്രിസ്തു മരിച്ചതല്ല, നമുക്ക് മരിച്ചതിൻ്റെ അനുഭവം ഫീൽ ചെയ്യാത്തതാണ്. അതെങ്ങനെ ലോകത്തിന് സാത്താന് എപ്പോഴും അത് ലോകത്തിന് ഫീൽ ചെയ്യിക്കരുത് എന്ന് എന്തോ ദൃഢനിശ്ചയമുള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. കാര്യം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് യേശുവിനെ ഇങ്ങനെ പതുക്കെ പിടിച്ചു മാറ്റുന്ന പോലെ ഓരോ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ ഏറ്റവും പുതിയൊരു വിധിയുണ്ടായി. നിങ്ങൾ കേട്ടതാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ട്. അതായത് മരുമകൾക്കില്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, അതാണല്ലോ ശരി. ലോകത്ത് 2 തരം ശരികളുണ്ട്. ഈ 2 കള്ളന്മാരുള്ളതുപോലെ 2 ശരികളുണ്ട്. അതായത് ഒന്ന് ലീഗലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മറ്റത് എത്തിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മരുമകൾക്ക് ഭർത്താവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് കോടതിയാണ് പറയണത്. അത് നിയമപരമായൊരു വശമാണത്. ഇപ്പം താഴെ എഴുതി കമൻ്റ് വരുന്നുണ്ട്, ഈ കാലങ്ങളിൽ കഞ്ചാവ് പിടിച്ച ആൾക്കാരും ജഡ്ജിയായിട്ടുണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയണത് അത് ശരിയാണല്ലോ എന്ന് പറയണ ഒരു ഭാഗമുണ്ട്. വേറൊരു കമൻ്റ് ഉള്ളത്, അങ്ങനെ അപ്പനെ അമ്മനെ
നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് വാങ്ങിച്ച് മാറി താമസിക്കാൻ. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെ രക്തത്തിൻ്റെ മാംസത്തിൻ്റെ വിലയായ വീട് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരെ നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കോടതി ബാധ്യതയില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞൊരു വേറെ കമൻ്റുണ്ട്. ഞാനിപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച അത് സൂചിപ്പിക്കാൻ കാരണം ഇത് പല ആൾക്കാർക്കും ദുഃഖവെള്ളിയാഴ്ച രണ്ട് കള്ളന്മാർക്ക് രണ്ട് അനുഭവങ്ങളാണ് ദുഃഖവെള്ളിയാഴ്ച നൽകണത്. എന്താ വെച്ചാൽ ഒരാൾ നിയോഗത്തിൻ്റെ സൈഡിൽ നിൽക്കുക. അയാൾ പറയണതിൻ്റെ അത് കാര്യമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ലീഗൽ സൈഡ് അതാണ്. മറ്റേയാൾ പറയണത് ഞാൻ നിന്നെ അറിയാൻ വൈകിപ്പോയി, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവ് ആ പറയുന്നത് ഒരു എത്തിക്സ് ഉണ്ട് ശരിക്കും. കാര്യം ദൈവപുത്രനാണെങ്കിലാണെന്നല്ല ഇയാൾ പറയണത്, ഇടതുവശത്തെ കള്ളൻ. മറ്റേയാൾ പറയണത് ആണെങ്കിൽ ഞാൻ അപരാധിയല്ലേ, ആ ഒരു പൊസിഷനാണ് അയാൾ ആ വലതുവശത്തെ കള്ളൻ ഡെവലപ്പ് ചെയ്യണത്. ഒരാൾ ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേയാൾ എത്തിക്കൽ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. കർത്താവ് തിരിയണത് ആരുടെ നേരെയാണ്? ലീഗൽ സൈഡിൻ്റെ ഒക്കെ അല്ല തിരിയണത്, മറിച്ച് അതിൻ്റെ ധാർമ്മികത നോക്കുന്ന ആളിൻ്റെ അടുത്താണ് തിരിയണത്. കാര്യം ധാർമ്മികത നോക്കുന്നവർക്കാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന് അവൻ്റെ മാനസാന്തരത്തിന് കർത്താവ് സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കുമെന്നുള്ളത് ചിലരോട് ഈശോ കൊടുത്ത ചില മറുപടികളാണ്. അപ്പം ഈശോയ്ക്ക് വേണമെങ്കിൽ സ്പോട്ടിലും കൊടുക്കാം. അത് ഈശോയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സത്യസന്ധതയും പരമാർത്ഥതയും ലുക്കാ 14:12 മുതലുള്ള വചനങ്ങളാണ്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് വിഷയം. അത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക. ഓൺ ദി സ്പോട്ടിലാണ് ജഡ്ജ്മെന്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്. രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയോരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ. ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം? അവിടെ ഇവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിൻ്റാണ് പറയണത്. എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു. പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല. അപ്പം ജഡ്ജി എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ട് ഓക്കെയാണ്, പക്ഷേ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. അതാണ് അലഹബാദ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. മരുമകൾക്ക് അയാളുടെ പേഴ്സണാണ്, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ ശക്തിയും എല്ലാ അതിജീവന അഭിഷേകവും പ്രത്യക്ഷീകരണപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു ആണ്. ഞാൻ 2024 നവംബർ 25 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സും അതുപോലെ യൂട്യൂബിൽ സാക്ഷ്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി ഉടമ്പടിയെ പറ്റിയിട്ട് അറിയുന്നത്. ഞാൻ B2 ഓൺലൈനാണ് പഠിക്കുന്നത്. ഞാൻ B1 ആയപ്പോഴത്തേക്കും ഓൺലൈൻ എടുക്കാൻ ചൂസ് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഒരു മൊഡ്യൂൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ഓർത്തു അത് പാസ്സാവും എന്നുള്ളത്. മറ്റത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള രീതിയിൽ ഞാൻ പാസ്സാകും എന്ന് പറഞ്ഞത് ഞാൻ ഫെയിലായി. പക്ഷെ ഞാൻ പാസ്സാവില്ല, എനിക്ക് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത മാസം പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റി. B2 പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഏജൻസി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഏജൻസികൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് പിന്നെ ഉടമ്പടി എടുത്തു. എനിക്ക് ഇത്രയും ദൂരമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടണമെന്ന്. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് നടക്കാറുണ്ട്. അതുപോലെ എനിക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ച ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എന്ത് നല്ല കാര്യം നടന്നാലും അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആയിരിക്കും നടക്കുന്നത്. അതുപോലെ 7 എന്നുള്ള നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഓൺലൈനായിട്ട് നിയോഗം എടുത്ത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു ഏജൻസി കിട്ടി. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ട് കൂടുതൽ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് അവരെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായി. അതുപോലെ അവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയായി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തന്നു. B2 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഏജൻസിയും കാര്യങ്ങൾ കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു ജൂലൈ എൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ 7-ാം മാസം അത്. അപ്പോൾ എനിക്ക് 7 എന്നുള്ള നമ്പർ ഭയങ്കര പ്രത്യേകതയുള്ളതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 7 എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 11-ാം തീയതി. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കോൺട്രാക്റ്റ് റെഡി ആയിട്ടുണ്ട്, പ്രോസസ്സിങ് ഫീ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇതും എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ കോൺട്രാക്റ്റ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടി സെല് ചെയ്യാനും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും കിട്ടി. അങ്ങനെ എനിക്ക് വിസയ്ക്ക്, പിന്നെ ഞങ്ങൾ വിസയ്ക്ക് സ്ലോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ലോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊന്നും ഞാൻ ഏജൻസിന്ന് എടുത്ത് തരും എന്ന് ഓർത്ത് നിന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഒരു സ്ലോട്ട് കിട്ടി, പക്ഷെ നടന്നില്ല. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷെ എനിക്കൊരു വിഷമവും തോന്നിയില്ല. എന്തെങ്കിലും നല്ലതിനായിരിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിട്ടി. ഒന്ന് പോയാൽ അടുത്തത് എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് പിന്നീട് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട വന്നില്ല. അതുപോലെ എനിക്ക് കോൺട്രാക്റ്റും വേറെ വേണ്ടി വന്നില്ല. ഇത് തന്നെ വെച്ച് തന്നെ അടുത്ത ഇൻടേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. ഈ ഡിസംബറിൽ 14 ഞാൻ വിസയ്ക്ക് വെച്ചു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എംബസിയിൽ ലീവായിരിക്കും, വിസ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ഇതൊക്കെ നടന്നിട്ടും എനിക്ക് മുന്നേ വെച്ചവർക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കറക്റ്റ് 22 ദിവസമായപ്പോൾ എനിക്ക് വിസ കിട്ടി. അങ്ങനെ ഈ വരുന്ന നാളെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് 9ാം ക്ലാസ് തൊട്ട് ഡ്രൈവിംഗ് അറിയാം. പക്ഷേ എപ്പോഴും അത് എനിക്ക് എക്സാം കാരണം ഡേറ്റ് എടുക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, നടക്കാറില്ല. ഒന്നുമില്ല ടെക്സ്റ്റ് നടക്കാറില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റാറില്ല. അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടക്കില്ല എന്നാൽ പിന്നെ നമുക്ക് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഈ കഴിഞ്ഞ 27ാം തീയതി എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റി, എനിക്ക് ലൈസൻസ് കിട്ടി. അതുപോലെ എനിക്ക് ഇടയ്ക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ആകാശപ്പറവയുണ്ട്. അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിലൊക്കെ ഇങ്ങനെ വയ്യാത്തവരുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ചാരിറ്റിയിൽ ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പത്രം ഞാൻ റോഡിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145 16 വചനം. ദൈവം തൻ്റെ കൈ തുറന്നു നമുക്ക് ആവശ്യാനുസരണം നൽകുന്നു. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മുടെ നിയോഗങ്ങൾ നിറവേറ്റുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഉടമ്പടി മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഒരാത്മീയ പാതയാണ്, ഒരാത്മീയ വഴി പദ്ധതിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന. ഇന്നത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ദൈവം നൽകിയൊരു പദ്ധതിയാണ്. ദൈവം തൻ്റെ കൈ തുറന്നു കൊടുക്കുന്നു. നമ്മൾ ജോലിക്ക് വേണ്ടിയാവാം വിഷമിക്കുന്നത്, ഒരു പക്ഷേ ഇൻ്റർവ്യൂ പാസ്സാവാനോ, രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കാനോ, കഷ്ടപ്പാടുകളും കുടുംബ പരാപ്തങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ നമ്മളെ അലട്ടുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കൈ തുറന്നു കൊടുക്കുന്ന ഒരു ഈശോയെയും നമ്മെ കയ്യിൽ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. കൃപാസനം അമ്മയും ഈശോയുടെയും അനുഗ്രഹങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഉടമ്പടി ജീവിതത്തിൽ അമ്മ കാണിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മീയ പാത, ആത്മീയ അനുഗ്രഹം, ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ സംരക്ഷണങ്ങൾ, ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അമ്മ മാതാവ് കരുണയുടെ കയ്യിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഉടമ്പടി ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യം ശരണ്യ ചന്ദ്രൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തതും ദൈവം കൈ തുറന്നു നൽകിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും B2 ജർമ്മൻ പരീക്ഷ എഴുതാനായിട്ടാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി ഇവിടെ വന്നത്. അക്രൈസ്തവയായ ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൂടുതലും ഉടമ്പടിയിൽ ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ പരീക്ഷയ്ക്ക് പോകുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണിച്ചാൽ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ച് വിജയം വരിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട്
പരീക്ഷ എഴുതിയപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പരീക്ഷ പാസ്സാകാൻ സാധിക്കുകയും ബർത്ത്ഡേക്കാണ് മകൾ കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് ഡേറ്റ് ചോദിച്ചത്. അങ്ങനെ ജൂലൈ 7, അതായത് 7-ാം തീയതി അമ്മയുടെ ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയാണ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സൈൻ തരണമേന്ന്. അങ്ങനെയാണ് ഈ മകളും ബർത്ത്ഡേക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും അന്ന് തന്നെ അവർ പൈസ ചോദിക്കുകയും ചെയ്തത്. പക്ഷെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് വർഷങ്ങളോളം, ഒരു വർഷത്തോളം വിൽക്കാനിട്ടിരുന്ന ഒരു പ്ലോട്ട് വിൽക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ അതും ജൂലൈ 7-ാം തീയതി തന്നെ ആ പ്ലോട്ട് വിൽക്കുകയും പൈസ കയ്യിൽ വരികയും ഡിസംബർ 7-ാം തീയതി കോൺട്രാക്റ്റിനുള്ള കാശ് കൊടുക്കുവാനായിട്ട് എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. ഇതാണ് നാം പറയുന്നത്, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൈ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും കരുണയും സംരക്ഷണവുമാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും അറിയില്ല, കയ്യിലൊന്നുമില്ല, പക്ഷെങ്കിൽ കോൺട്രാക്റ്റ് വന്നു. എവിടെ നിന്ന് കാശ് കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെങ്കിൽ അമ്മ കൊടുത്ത വഴി ഇതാണ്. ഒരു വർഷം വിൽക്കാതെ കിടന്ന പ്ലോട്ട് ആ ജൂലൈ 7-ാം തീയതി പൈസ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം തന്നെ ആ പ്ലോട്ട് വിൽക്കാൻ സാധിച്ചു. കൊടുക്കുവാനുള്ള ക്യാഷ് കയ്യിൽ വരികയും ചെയ്തു. ഇതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ. നാം എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രശ്നങ്ങളായാലും ഉടമ്പടി മക്കൾക്ക് എല്ലാം ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. കാരണം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയുമാണ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, കൂടെയുണ്ട്. അത് വിൽക്കുകയും പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ മകൾക്ക് വിസയുടെ കാര്യമാണ്. വിസ സ്ലോട്ട് കിട്ടുന്ന ദിവസവും അതും ഈശോയുടെ അമ്മയുടെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും വിസ സ്ലോട്ട് ഔട്ട് ചെയ്യാനും എല്ലാം ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ എന്ത് തന്നെ ആയാലും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കൈ തുറന്നു കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മളെ സംതൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് കൂടെയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനീറ്റ, ഇതെൻ്റെ മമ്മി ഫിലോമിന. ഞങ്ങൾ എറണാകുളം ചേരാനല്ലൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ 2022 ഒക്ടോബറിൽ ഇവിടെ വരികയുണ്ടായി. ഞാനും എൻ്റെ മമ്മിയും മമ്മിയുടെ അനിയത്തിയുടെ മകനും കൂടിയാണ് വന്നത്. അപ്പം മമ്മിയും അനിയത്തിയാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഇവിടെ ഇരുന്ന് ആ സമയം മുഴുവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം മമ്മി ഉടമ്പടി എടുത്തതിൽ ഒരു നിയോഗം വെച്ചിരുന്നത് എനിക്ക് എത്രയും വേഗം നല്ലൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ടെസ്റ്റുകൾ, ബാങ്ക് ടെസ്റ്റുകൾ, SSC, അങ്ങനെ നല്ലൊരു ജോലി കിട്ടുന്നതിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പം മമ്മിയുടെ ഒരു നിയോഗം അതായിരുന്നു, എത്രയും വേഗം ഒരു ജോലി ലഭിക്കണേ എന്നുള്ളതായിരുന്നു. അങ്ങനെ മമ്മി ഉടമ്പടി എടുത്തു പോയി. ഞങ്ങൾ പോയതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങളിലും മമ്മിയുടെ കൂടെ എല്ലാ പ്രാർത്ഥനകളിലും, രാവിലെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥനയും പള്ളിയിൽ പോകലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും എല്ലാ കാര്യങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവർത്തികൾ, ഹോസ്പിറ്റലുകളിൽ പോകുന്നത്, പേപ്പർ കൊടുക്കാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ സമയത്ത് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളിലും മമ്മിയുടെ കൂടെ ഒരുമിച്ച് ആ പ്രവർത്തികളെല്ലാം ചെയ്യാനും ഉടമ്പടിയിൽ നിൽക്കാനും എല്ലാ അനുഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ, അതുപോലെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആണെങ്കിൽ കൊയറിൽ പാടാനായിട്ട് അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ ഈശോയുടെ ഒത്തിരി പാട്ടുകൾ പാടാൻ, മാതാവിൻ്റെ പാട്ടുകൾ പാടാൻ, അങ്ങനെ ഈശോയുടെ ഒത്തിരി കൂടുതൽ പഠിക്കുന്നതിന് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നത് എനിക്ക് എക്സാംസ് എഴുതുമ്പോൾ ഓരോരോ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം പാസ്സാവും, രണ്ടാമത്തെ ഘട്ടം പാസ്സാവും, ചിലപ്പോൾ മൂന്നാമത്തെ ഘട്ടം തോറ്റുപോകും. അങ്ങനെ ഫൈനലിൽ ഞാൻ എപ്പോഴും തോറ്റു പോകുന്നൊരവസ്ഥയായിരുന്നു. ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പഠിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പം കൊണ്ടിട്ടാണ് എനിക്ക് കിട്ടാത്തത്. അങ്ങനെ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാലും ഞാൻ എനിക്ക് പഠിക്കാനുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ അതിനുശേഷം എനിക്ക് ആത്മീയമായിട്ടാണെങ്കിലും ഇപ്പം കൊയറിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒത്തിരി ഞാനിങ്ങനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഈശോയുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള എനിക്ക് ഈ മാതാവും ഈശോയും തരുന്നുള്ള ഒരു വിശ്വാസം ആ സമയത്തുണ്ടായിരുന്നു.
അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു എക്സാംസ് ഞാൻ കുറേ എഴുതുന്നുണ്ട് ആ ഒരു ടൈമിൽ. അങ്ങനെ ഒരു എക്സാം SBIയുടെ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ എക്സാം ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഫൈനൽ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ഒരു സ്ഥലത്തും പോവില്ല, എനിക്ക് ആ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ് ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരണം, അങ്ങനെ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ആ എക്സാം ഭയങ്കര ടെൻഷനാണ്. മെയിൻസ് എക്സാമൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ തലേ ദിവസം ഇവിടെ വരാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എല്ലാ കാര്യങ്ങളും ഫേവറബിളായിട്ട് വന്നു. പെട്ടെന്ന് വരാൻ എൻ്റെ പപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് വരാൻ പറ്റി. അങ്ങനെ ഞാനും പപ്പയും മമ്മിയും കൂടി ഇവിടെ വന്നു. അപ്പം ഞാൻ വെറുതെ എന്തായാലും വരികയാണ്, അപ്പോൾ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ട് അതെടുത്ത് കൈ പിടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഒത്തിരി തിരക്കാണ്, അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ പറ്റുമോ, അങ്ങനെ അവിടെ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പം എക്സാം ഉള്ളവർക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെറുതെ പോയി നിന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് അച്ഛൻ ഹോൾ ടിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ അൾത്താരയിൽ കയറി നിൽക്കാനായിട്ട് അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി. അച്ഛൻ എനിക്കൊരു ചെറിയ കാശുരൂപം തന്നു. ഇവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും അച്ഛൻ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എന്നെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഒരു ചെറിയ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് ഞാൻ ശരിക്കും പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനോ ഒന്നും, കാരണം വൈകുന്നേരമായി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എക്സാമാണ്, പിന്നെ എന്തൊക്കെയോ അങ്ങനെയാണ്. പക്ഷെ മാതാവ് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം ആണെങ്കിലും എപ്പോഴത്തെയും പോലെ തന്നെ എക്സാം എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ ഞാനത് എഴുതി ഞാൻ തിരിച്ചു പോന്നു. പിന്നെയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമൊക്കെ എഴുതി. പക്ഷേ ആ എക്സാമിൽ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലി എനിക്ക് ലഭിച്ചു. അങ്ങനെ SBIയിൽ ജോലിയിൽ റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ, എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ്. ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജോയിൻ ചെയ്യണം. പക്ഷെ ഞാൻ റിസൾട്ട് വന്ന് നമുക്കൊന്ന് ഒരുങ്ങാനോ ഒരു കാര്യവും എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ മാതാവ് എല്ലാം നോക്കിക്കോളും, മാതാവ് അത് നടത്തി തരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോകണം. അപ്പോൾ ബാംഗ്ലൂരായിരുന്നു എനിക്ക് വെരിഫിക്കേഷൻ ടെസ്റ്റുകൾ, മെഡിക്കൽ, അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളെല്ലാം. അപ്പം എനിക്ക് ബാംഗ്ലൂർ, ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ ടിക്കറ്റ് എടുക്കും, എല്ലാം എമർജൻസിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, സ്ഥലമൊന്നും അറിയില്ല. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ മാതാവ് ഓരോ ആളുകളെ ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാവരും എനിക്ക് വേണ്ടി ഇങ്ങനെ മാലാഖമാരെ അയക്കുന്ന പോലെ ഓരോ ആളുകൾ എൻ്റെ നമ്പർ എടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പം അതിന് മുന്നേ എൻ്റെ ഈ എക്സാമിന് പോയ കുട്ടി അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പോവേണ്ടത് എങ്ങനെയാണ് ഏത് വഴി പോകണം, ഓരോ കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞു തരും. അവൾക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവളെന്നെ വിളിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അപ്പം ഞാനിതൊക്കെ ഓക്കെ ഇതെങ്ങനെയാണ്, അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെയാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നു എനിക്കൊന്നും അറിയില്ല, പോവേണ്ടത് അവളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ മാതാവേ ഞാനൊന്നും അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല, എന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവിടെ ചെന്നു അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ, വെരിഫിക്കേഷൻ എല്ലാം പാസ്സായി. അത് കഴിഞ്ഞ് എന്നെ ട്രെയിനിങ്ങിന് വിട്ടു. ട്രെയിനിങ് വേറെ സ്ഥലത്താണ്, അവിടെ അതും പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനും എല്ലാ കാര്യങ്ങളും മാതാവ് സെറ്റ് ചെയ്ത് തന്നു. കൃത്യമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ദിവസം അവിടെ താമസിക്കണം. അപ്പോഴും നമുക്ക് മാനസികമായിട്ടും ഒക്കെ ഒത്തിരി വിഷമങ്ങളൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്, എങ്ങനെയാകും. പക്ഷെ അവിടെ എല്ലാം ഫേവറബിളായിട്ട് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ബ്രാഞ്ച് കിട്ടുന്ന ആ സമയത്ത് ഒരു ഡിലേ വന്നു. അപ്പോൾ അവിടെയും സ്റ്റേ ചെയ്യേണ്ടി വന്നു. അവിടെയാണെങ്കിലും കുർബാനയൊന്നും മുടങ്ങേണ്ടി വന്നിട്ടില്ല. അവിടെ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെയും പോവാൻ അവിടുത്തെ അച്ഛൻ എന്ത് പറ്റി മോളെ, വിഷമം എന്താണ്, അങ്ങനെ വന്നിട്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ എല്ലാം ഓക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛനെ ബ്ലസ് ചെയ്തു. ഒരു ദിവസത്തെ കുർബാന എനിക്ക് വേണ്ടി അവിടെ ചൊല്ലി. എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ജൂനിയർ അസോസിയേറ്റ് ആയിട്ടാണ് കിട്ടിയത്. എന്നിട്ട് അവിടെ ചെന്ന് ബ്രാഞ്ച് കിട്ടി. ബ്രാഞ്ചിലോട്ട് എങ്ങനെ പോകണം, പപ്പയും മമ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ബ്രാഞ്ച് കിട്ടിയപ്പോൾ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിൻ്റെ ഹെഡ് അവിടെ വന്നൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. ആ സാർ എന്നെ കാറിൽ കൊണ്ടുപോയി ആ സാറിൻ്റെ കാറിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അവിടെ അങ്ങനെയാണെങ്കിലും ആ ബ്രാഞ്ചിലാണെങ്കിലും എല്ലാം ഫേവറബിളായിട്ട് പുതിയൊരു സ്റ്റാഫ് വരണം. പക്ഷേ എല്ലാം എനിക്ക് ഫേവറബിളായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പപ്പയ്ക്കും മമ്മിക്കും തിരിച്ചു പോരണം. എനിക്ക് അവിടെ
സ്റ്റേ എവിടെയാണെന്ന് അറിയില്ല ഒന്നും, കാരണം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം, പെട്ടെന്നൊരു സ്റ്റേ റെഡിയാക്കണം, സമയമില്ല. അങ്ങനെ ആ ടൈമിൽ ഞാൻ ഇത്ര നേരത്തെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലവും ഞങ്ങൾക്ക് അറിയില്ല, അത് എവിടെ പോകണം, ആരോട് ചോദിക്കണം, ഭാഷ അറിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ വിഷമിച്ച്, മാതാവേ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോരേണ്ടതാണ്, സ്റ്റേ റെഡിയാക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോരാൻ അന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ മാതാവേ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു അങ്കിള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളോട് ചോദിക്കുക, എൻ്റെ പപ്പയുടെ ചോദിച്ചു എന്താണ് പ്രശ്നം, തമിഴിൽ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇങ്ങോട്ടൊന്നും പോവണ്ട, മെയിൻ റോഡിലുണ്ട്. ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് അന്വേഷിച്ച് പോവാണ് മെയിൻ റോഡിൽ നിന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങളെ അങ്കിൾ വീണ്ടും കൊണ്ടുവന്ന് മെയിൻ റോഡിൽ എനിക്ക് 5 മിനിറ്റ് മതി നടന്ന് ജോലി സ്ഥലത്തേക്ക് പോകാം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മാതാവ് എന്നെ കൊണ്ടുവന്നെത്തിച്ചു. ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയാണെങ്കിലും എനിക്ക് അവിടെ വൈകുന്നേരം മലയാളം കുർബാനയ്ക്ക് പോകാനായിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ ഇവിടെ പള്ളിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു, ഇയാളെ ചേർക്ക്, കൊയറിലേക്ക് ഈ കുട്ടീനെ ചേർക്ക്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്നെ അറിയൊന്നുമില്ല. അങ്ങനെ എനിക്ക് അവിടെ ഇപ്പം കുർബാനയ്ക്ക് പാടാനായിട്ടുള്ള അവിടെയും അവസരം ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ്. അത് കഴിഞ്ഞ് ആ സമയത്ത് ജോലി കിട്ടിയതിന് ശേഷമാണെങ്കിലും എനിക്ക് അതിന് മുന്നേ മമ്മിയുടെ കൂടെ ആയിരുന്നു ഓരോ കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്, കാരുണ്യ പ്രവർത്തികളെല്ലാം. അത് കഴിഞ്ഞപ്പം എനിക്ക് സാലറി കാര്യങ്ങളെല്ലാമായി. ഇപ്പം എൻ്റെ സാലറിയിൽ നിന്ന് തന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഓർഫനേജിന് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അതെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ മമ്മിക്ക് തൈറോയിഡിൽ 2 മുഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെന്താകും, എങ്ങനത്തെ മുഴയാകും, അങ്ങനെയുള്ള ഭയങ്കര പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്കറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം മാതാവ് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കാണേണ്ട ഡോക്ടറെ കാണിക്കുകയും എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്ത് അതെടുത്ത് കളയാനും എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയായിട്ട് ഞങ്ങളുടെ പേടിയെല്ലാം മാറ്റി. ഞങ്ങൾ ഒത്തിരി പേടിച്ചിരുന്നു, അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ മമ്മിക്ക് സൗഖ്യം ലഭിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാനും ഉടമ്പടി ജീവിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ആണെങ്കിലും പ്രാർത്ഥനകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് പോകാനും എല്ലാം സാധിക്കുന്നുണ്ട്. മാതാവ് ഒത്തിരി എപ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ്, തൈലുണ്ട്, ഉപ്പ്, അതെല്ലാം ഉപയോഗിച്ചാണ് പോകുന്നത്. എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിലുണ്ടാവും. അതെനിക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഒത്തിരി മാതാവ് എപ്പോഴും കൂടെ ഉണ്ട്, മാതാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അങ്ങനെ ഒരു ധൈര്യം മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. മാതാവ് ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6 ഈ വചനത്തിൽ ദാവീദ് രാജാവ് ദൈവം തനിക്ക് നൽകിയ കരുണയും നന്മയും ഓർത്ത് പാടി സ്തുതിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വചനമാണ്. ഇതുപോലെ തന്നെയാണ് ഫിലോമിന ജോണിൻ്റെ മകൾ അനിറ്റായി നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും ചേർന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പാടി സ്തുതിച്ച് നന്ദി പറയുവാനാണ് ഇന്നിവർ ഈ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്നു നിൽക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും പരീക്ഷകൾ എഴുതി ഇൻ്റർവ്യൂവിന് പോയി, എക്സാമിന് പോയപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം അമ്മയും മകൾക്കും വലിച്ച അനുഗ്രഹങ്ങൾ വേറൊരു രീതിയിലായിരുന്നു. ഓരോ വെരിഫിക്കേഷന് പോകുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ കയ്യിൽ വെച്ചിരുന്നു. അത് തൈലം തേച്ച് ഉപ്പ് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾക്കായി ഈ മക്കൾ പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഓരോ ആഗ്രഹങ്ങൾ മാതാവ് പറഞ്ഞു ചെയ്യിക്കുന്ന പോലെ മാതാവിൻ്റെ ഈശോയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. മാതാവ് പല രീതിയിലും ഇവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് അനുഗ്രഹിക്കുകയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുക. ഇവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം ഇവരത്രമാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾ ഇന്ന് ബാംഗ്ലൂരിൽ ഉള്ള SBI ബാങ്കിൽ ജൂനിയർ അസോസിയേറ്റായിട്ട് ജോലി ചെയ്യുന്നത്. ഇതെല്ലാം ഈ മകൾ പറയുന്ന എൻ്റെ മെറിറ്റ് അല്ല, ഇത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മക്കൾ കണക്കാക്കുന്നത്. താമസ സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും പോകുന്ന വഴിക്കും നിൽക്കുന്ന വഴിക്കും ഓരോരുത്തരെ കാണുമ്പോഴും
ഈശോയും അമ്മയുടെ ഇടപെടൽ ഈ മക്കൾക്ക് വളരെ അടുത്തറിഞ്ഞതായിട്ടാണ് ഇവർ പറഞ്ഞത്. ഈവനൊരു ചെറിയ കാര്യമായിട്ട് കുർബാനയ്ക്ക് പോകുന്ന ആഗ്രഹം പോലും പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈശോയും അമ്മയും കൊടുത്ത രോഗസൗഖ്യത്തെ പറ്റിയും പറഞ്ഞിരുന്നു. അമ്മയെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വളരെ ഭയമുണ്ടായിരുന്നു. എന്നിട്ടും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവിടെ നല്ലൊരു രോഗസൗഖ്യമാണ് ട്രീറ്റ്മെൻറ്റിൽ കൂടെ കൊടുത്തത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവർ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. വീണ്ടും മുന്നോട്ടും കർത്താവിനെ പാടി സ്തുതിച്ച് ഈശോയുടെ അതിരറ്റ സ്നേഹത്തിന് കരുണയ്ക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവരുടെ ആഗ്രഹം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവരുടെ ജീവിതത്തിൽ കൊടുത്ത പ്രത്യേകിച്ചും ലഭിച്ച ഈ വലിയൊരു ജോലിക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് കരങ്ങളടിച്ച്. എൻ്റെ പേര് കവിത ഫ്രാൻസിസ്. ഞാൻ സെൻറ്റ് ജോർജ് കൂട്ടിക്ക ഇടവകക്കാരിയാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഇവിടെ എനിക്ക് വരണമെന്ന് ആഗ്രഹം വരികയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിൻ്റെ കാരണം തന്നെ എനിക്ക് 6-7 മാസമായിട്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായ ഒരു പ്രതിസന്ധിയിൽ ഞാൻ കടന്നു പോവുകയും എനിക്കത് താങ്ങാവുന്നതിനപ്പുറത്തും ആയി പോവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, സ്വന്തമായിട്ടൊരു ജോലിയില്ലെങ്കിൽ ഇനി മുൻപോട്ട് പോവില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ എനിക്കൊരു സ്വന്തമായിട്ടൊരു ജോലി വേണം. എനിക്ക് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തോന്നി എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലി വേണം എന്നെനിക്ക് തോന്നി. അതിന് യാതൊരു വക എനിക്ക് അതിനുള്ള ഒരു മെറിറ്റും ഇല്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും എന്നെ തോന്നിക്കുകയാണ് എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിച്ചു. ഞാനത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയി. മറ്റൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷേ എല്ലാവരിൽ നിന്നും ഞാൻ അകന്നു നിൽക്കുകയും എനിക്ക് പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഞാൻ ആഴത്തിലിറങ്ങുകയും എനിക്ക് ഉടമ്പടി പ്രാർത്ഥന രാവിലെ എണീക്കുന്നത് എന്തോ പുതിയൊരു സ്ഥലത്തിലേക്ക് യാത്ര പോകാൻ തോന്നുന്ന പോലെ അത്ര ഒത്തിരി സന്തോഷമായിട്ട് രാവിലത്തെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രസന്നമായ ഒരു ദിവസമായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ഞാൻ ഈ ജോലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുമെന്നോ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ, പക്ഷേ എനിക്ക് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും എന്തോ എനിക്ക് തരാനുണ്ടെന്നൊരു തോന്നൽ എന്നെ ഓരോ പ്രാവശ്യവും ഓരോ ദിവസങ്ങളിലും എനിക്ക് മുന്നോട്ട് അങ്ങനെ തോന്നിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷേ പ്രതീക്ഷ കൈവിട്ടില്ല. എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ താങ്ങാവുന്നതിനപ്പുറത്ത് ഓരോ ദിവസങ്ങൾ വരുമ്പോഴും എനിക്കതൊക്കെ നിസ്സാരമായിട്ട് പോകാനായിട്ട് നിസ്സാരമായിട്ട് എനിക്ക് തോന്നാൻ ഉണ്ടായി. കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വയലൻ്റാകുകയും ക്ഷമയില്ലാത്ത ഒരാളായിട്ട് മാറുകയും ചെയ്തിരുന്ന ആളിൽ നിന്നെല്ലാം ക്ഷമയുള്ള ആളാകുകയും അതൊക്കെ എന്തേലും പറയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ നിന്നൊക്കെ എനിക്കൊത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കൊച്ചുമോക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും വന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം, ഇവളുടെ തലയ്ക്കൊന്ന് പിടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞിങ്ങനെ കൊച്ചിന് സുഖമില്ലാണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം അച്ഛനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു വൈദികനായിരുന്നു. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, കൊച്ചിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് അല്ലെങ്കിലും ഒരു ജോലി വേണം, നീ ഇങ്ങനെ നിന്നാൽ ശരിയാ. അപ്പോൾ അത് എന്താണ്, ഞാൻ പോയ സബ്ജക്റ്റ് വേറെയാണ്, പക്ഷേ ഇതെന്താണ് ഇങ്ങനെ അച്ഛൻ പറയുന്നതെന്ന് ഓർത്തു. അച്ഛൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അന്നേരമുണ്ട്. ഞാൻ അന്നേരം ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഒരു പെൺകുട്ടി എന്നെ ഞാൻ വളരെ ടയേർഡായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയും അതൊരു പച്ച ചുരിദാർ ഇട്ടുകൊണ്ടായിരുന്നു ആ കുട്ടി ഇറങ്ങി വന്നത്. സാധാരണ ഞാൻ സ്വപ്നമൊന്നും അങ്ങനെ കാര്യമാക്കുന്ന ആളല്ല, പക്ഷേ ഈ പച്ച ചുരിദാർ ഇട്ട് ഞാൻ സഹായിക്കാമെന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ഷേപ്പ് പോലെ തോന്നിയിട്ട് ഞാൻ പേര് റെജീന എന്ന് വിളിക്കുകയും ഞാനുടനെ എന്നോട് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് തിരിച്ച് കയറിപ്പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാനത് എൻ്റെ മോളോട് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു, കാരണം എനിക്ക് എന്തെങ്കിലും കണ്ടാൽ അതൊരു സത്യമാണെന്ന് വെളിപ്പെടുത്തണം, നാളെ ഒരിക്കലും അത് അല്ല എന്നുള്ള ആകരുതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവളോട് മാത്രം പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടെന്ന്. അവളും ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. പക്ഷേ ഇതിന് ശേഷമാണ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്ന. അച്ഛൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം നിന്നെ, ഒരു പെൺകുട്ടിയുണ്ട്, അവൾ യൂറോപ്യൻ കൺട്രിയിലാണ്, അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, എങ്ങനെയാണ് ഈ പേപ്പേഴ്സ് എല്ലാം നീക്കട്ടേണ്ട് നിനക്കൊരു ജോലിക്ക് പോകാമെന്ന് എന്നോട് പെട്ടെന്ന് പറയുകയും ഞാൻ ഞെട്ടി തിരിച്ചു പോയി. കാരണം ഞാൻ അതിനായിട്ടല്ല പോയത്, എനിക്കറിയത്തുമില്ലായിരുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ട് ഞാനിരുന്ന് പ്രാർത്ഥിച്ച് ഈ അമ്മയുടെ ഉടമ്പടി പത്രികയിലിരുന്ന്, ആ കുട്ടിയുടെ പേര് ജിസ്ന എന്നായിരുന്നു.
ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം വന്നിരുന്നുള്ളൂ. ആ കുട്ടിയുടെ പേരും നമ്പരും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എനിക്ക് അത് നല്ലതാണെങ്കിൽ മാത്രമേ തരാവുള്ളൂ, കാരണം എനിക്ക് ആരെയും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വെള്ളിയാഴ്ച എനിക്ക് ആ 2-3 ദിവസം ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം എന്നോട് ആരോ പറയുന്നു, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹായിക്കുകയും ഇന്ന് ഓരോ പേപ്പേഴ്സ് നീക്കേണ്ട കാര്യങ്ങളും അവളാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും എന്നെ പിക്ക് ചെയ്യുകയും, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷേ എല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം സ്മൂത്തായിട്ട് പോവുകയും എനിക്കൊരു തടസ്സം പോലും ഉണ്ടാകുകയും ചെയ്തിരുന്നില്ല. ഞാൻ എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ മോളെ കണ്ടിട്ടില്ല, എനിക്ക് എങ്ങനെയാണ് ഇയാൾ ഇരിക്കുന്നതെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നതാണോ എന്ന് എനിക്കറിയാനോ, ഒന്ന് ഫോട്ടോ. അന്നേരം ആൻറ്റി ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ആൻറ്റിക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ച് ഞാൻ ഒരു 15-20 മിനിറ്റത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ഞാൻ എങ്ങനെ കണ്ടിരുന്ന കുട്ടിയോ അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണേലും എനിക്ക് വിശ്വാസത്തിലേക്ക് വരാനൊരു, കാരണം പ്രാർത്ഥനയൊക്കെ കാര്യമുണ്ട്, പക്ഷേ ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണോ വേണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനമായിട്ട് വന്ന എൻ്റെ വിശ്വാസം. അതായത് മരണം വരെ ഒരു കാരണവശാലും ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കാതെ ഈശോയിലേക്ക് മാത്രം, എനിക്ക് എൻ്റെ അമ്മയിലേക്ക് ഈശോയിലും, കാരണം ഒരിക്കലും നമ്മൾ തളർന്നു പോയില്ല എന്നുള്ളൊരു വലിയൊരു അർത്ഥമാണ് ഞാൻ കണ്ടിരുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടി. ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് ഇന്ന് യൂറോപ്യൻ കൺട്രിയിൽ ജോലിയോടുകൂടി എനിക്ക് പോകാൻ സാധിച്ചു. എന്നെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ ചെന്ന്. ആ രീതിയിലേക്ക് ആ കുട്ടി എന്നെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ജനുവരി 27 തന്നെ എനിക്ക് എൻട്രി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു വിസയിൽ. കറക്റ്റ് ജനുവരി 27 ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രതീക്ഷീകരണ പ്രാർത്ഥനയുടെ മോൾ ഭാഗത്തായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു, എനിക്കങ്ങനെ 27-ാം തീയതി തന്നെ പോകാൻ സാധിക്കണമേ എന്ന്. ആ കറക്റ്റ് 27-ാം തീയതി തന്നെ 15 ദിവസം പറഞ്ഞെടുത്ത് വെറും 4 ദിവസം കൊണ്ട് എനിക്ക് വിസ വരികയും ജനുവരി 27 തന്നെ എൻട്രി എനിക്ക് വരികയും ചെയ്തിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു. ഈ 27 തന്നെ ഞാൻ പോവുകയാണ്. എന്നെ അമ്മ മാതാവും എൻ്റെ ഈശോയും ഇന്ന് എങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ മേലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഇപ്പം നിൽക്കുന്നത്. ഇന്ന് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ ഈ ആൾത്താരിൽ എനിക്ക് വന്ന് നിൽക്കാൻ, എൻ്റെ ഈശോയുടെ ആൾത്താരിൽ വന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ ഈ വിശ്വാസത്തിൽ ഞാൻ മരണം വരെ മാറില്ല. ഞാൻ ബൈബിള് വായിക്കുന്നതിലെല്ലാം മടിയുള്ള ഒരാളായിരുന്നു. ഇപ്പം വായിച്ചില്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് അലട്ടും, കുർബാന കണ്ടില്ലേ മാനസികമായിട്ട് അലട്ടും. അങ്ങനെ ആത്മീയയിൽ മാത്രം ജീവിക്കാൻ എനിക്ക് ഇന്ന് അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് വേണ്ട വേയാണ് എനിക്ക് കാണിച്ചു തന്നു. കാരുണ്യപ്രവൃത്തി ചെയ്യാനും അവിടെ ഒരു കുരിശുംതൊട്ടിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്ത് കുരിശുംതൊട്ടിയിൽ ഒരു അമ്മച്ചി അവിടെ നിന്നും എഴുതി വയ്ക്കുമ്പോൾ ആ അമ്മച്ചിയുടെ അടുത്ത് പോയിരുന്നുകൊണ്ട് ഞാൻ പത്രം കൊടുക്കുകയും അങ്ങനെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഞാനിരിക്കുന്നു. എൻ്റെ കാരുണ്യപ്രവൃത്തികൾ അതെങ്ങനെയായിരുന്നു. പത്രം വിതരണം ചെയ്യാൻ മടിയുള്ള ഒരാളായിരുന്നു, പക്ഷെ ഇന്ന് അതിനെല്ലാം ഞാൻ മുൻപിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ അമ്മയോടും ഈശോയോടും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 11-ാം വചനമാണിത്. ദൈവത്തിൻ്റെ കരുതലാണ് നാം കേട്ടത്. കഷ്ടപ്പാടുകളുടെയും ക്ഷാമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ദൈവം നമ്മുടെ കൂടെയുള്ളതായിട്ടും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുകയും നമ്മുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാ ദിവസവും എല്ലാ നിമിഷവും. നമ്മെ നയിക്കുന്ന ഒരു ദൈവം, നിരന്തരം നമ്മെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവം, നമ്മളെ ശരിയായ പാത കാണിച്ചു തരുന്ന ഒരമ്മ, എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ടെടുക്കുന്ന ഈശോയും അമ്മയുമാണ് നാം ഇവിടെ കാണുന്നത്. കവിത ഫ്രാൻസിസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഇത് തന്നെയാണ് കണ്ടത്. താങ്ങാൻ പറ്റാത്ത സമയത്ത് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ് ഈ മകൾ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെത്തിയത്. പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് തിരിച്ചു പോയതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്വപ്നത്തിൽ ഏതോ ഒരു മകൾ വന്ന് സഹായിക്കുന്നതായി കണ്ടതും പിന്നീട്
ഒരു വൈദികൻ്റെ അരികിലും മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ആ വൈദികൻ ഒരു നിമിത്തമായി, മാതാവിൻ്റെ ഒരു സാന്നിധ്യമായി ഈ മകൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. ഈ മക്കൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല വ്യക്തികളും നിമിത്തമായിട്ടാണ് വരുന്നത്. മാതാവിൻ്റെ സാന്നിധ്യം അറിയുന്നത് പല രീതികളിലാണ്, പല വ്യക്തികളിൽ കൂടിയാണ്, പല സാഹചര്യങ്ങളിൽ കൂടിയാണ്. ഈ മകളും ഇതുപോലെയാണ്. ആ വൈദികൻ നിമിത്തമാണ് ഒരു കുട്ടിയെ പരിചയപ്പെടാനും പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിസ ഒരു 4 ദിവസത്തിനകം വിസ റെഡിയായി. ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതും പരിശുദ്ധ അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്, ജാനുവരി 27 എന്ന്. അന്നേ ദിവസം തന്നെയാണ് ഈ മകൾക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തത്. ഇതാണ് കൃപാസന അമ്മ. നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മ ഈശോയോട് പറഞ്ഞു കൊടുക്കുന്നത്. കാനായിൽ സമയമായിരുന്നില്ലായിരുന്നിട്ടും ഈശോയോട് പറഞ്ഞു അവരെ സഹായിക്കാനാ. അങ്ങനെ നമുക്ക് സമയമില്ലെന്ന് നമ്മൾ തോന്നുമ്പോഴും അമ്മയോട് പറയുമ്പോൾ അമ്മ ഓരോ കാര്യങ്ങളും ഈശോയോട് ചെന്ന് പറഞ്ഞ് സമയമാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 27 എന്നുള്ള ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് പോകുവാനുള്ള ചാൻസാണ്. ജാനുവരി 27 ഈ മകൾ പോവുകയാണ് റോമിലേക്ക്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഹൃദയവിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു സ്ഥലം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള ഒരു ആത്മീയ ഉണർവാണ് ഈ മകൾക്കുണ്ടായത്. പെട്ടെന്നാണ് ഈശോയിലും അമ്മയിലേക്കും ഉള്ളൊരു ഒരു തീഷ്ണത, ബൈബിള് വായിക്കാനും കുർബാന കൂടാനും കുമ്പസാരിക്കാനും ഒരു നല്ലൊരു ഭൗതികതയിൽ നിന്ന് ഒരു ആത്മീയതയിലേക്കാണ് പിന്നീട് ഈ മകളുടെ ഒരു വളർച്ച. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടിൻ്റെ നടുവിൽ സ്നേഹം പറ്റാത്ത സ്നേഹനിധിയായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ നിരന്തരം നയിക്കുന്ന ദൈവം, നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മളെ നനച്ചു വളർത്തുന്ന പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയാണുള്ളത്. ആ ദൈവത്തിൽ നമുക്കും വിശ്വസിച്ച്, ആ കരുതലും സംരക്ഷണത്തിലും വിശ്വസിച്ച്, ആ അമ്മയുടെ സംരക്ഷണവും കരുതലും നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും. അവൾ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധയോടെ മുന്നോട്ട് നയിക്കാം. കവിത ഫ്രാൻസിസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ച് ഈ പുണ്യ ഭൂമിയിലെത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ അൾത്തറയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പനും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത്, ഞാനൊരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു ആദ്യമായിട്ട്. തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. ഈ തിരക്ക് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ഇറങ്ങിയിട്ട് ഇവിടെ കയറി ഭയങ്കര തിരക്ക് കാരണം കയറി അങ്ങോട്ട് തിരിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. കോട്ടപ്പുറം രൂപതയിൽ കുറ്റിക്കാട് എന്ന ദേശത്ത് സെൻറ്റ് ആൻ്റണീസ് ലാറ്റിൻ ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അങ്ങനെ ഞാൻ അന്ന് വന്ന് ഇവിടെ ഒന്ന് പോയി, രണ്ടാമതും വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. മൂന്നാമത് ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വേറെ 3-4 പേരുണ്ടായിരുന്നു. ഞാൻ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ തിരികെ പോയി. അവർ ഉടമ്പടി ജീവിതം തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം 4-ാം പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അമ്മ എന്നെ വീണ്ടും വരുത്തിച്ചത് ഉടമ്പടി എടുക്കാൻ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. 10/3/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി ഇന്നും തുടർച്ചയായി പുതുക്കി തന്നെ ഞാൻ പോരുന്നുണ്ട്. എൻ്റെ ജീവിതം അവസാനിക്കുന്ന കാലം വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി എനിക്ക് അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സൊസൈറ്റി ഉണ്ട്. ഞാൻ അതിലൊരു മെമ്പറാണ്. ആ മെമ്പറായിരുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ വന്നപ്പം പേര് കൊടുത്തിരുന്നെങ്കിലും ഇത്രയധികം ആൾക്കാർ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു 6 പേരുടെ സീറ്റിന് 18 പേര് മത്സരരംഗത്തുണ്ട്. എന്നെയാണെങ്കിൽ ആരും തന്നെ വ്യക്തമായിട്ട് അറിയില്ല. ആകൂടെയുള്ളൊരു ധൈര്യം എന്ന് പറയണത് പരിശുദ്ധമ്മയുടെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നൊരു ധൈര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ധൈര്യം പിന്നെ വല്ലാണ്ട് എന്താ പറയുക, ഒരു പ്രത്യേക എനർജി എനിക്ക് തന്നിരുന്നു.
അപ്പോൾ ആരോടൊന്നും പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നിരുന്നാലും എന്നെ അറിയുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല, ഞാൻ പേര് പിൻവലിക്കാൻ പോകാമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാമനിർദ്ദേശ പത്രിക കിട്ടി. അപ്പോൾ അതിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിരുന്നു, 18 പേരുണ്ട്. പക്ഷേ എൻ്റെ പേരിൽ തന്നെ വേറൊരു അപർണം കൂടി അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ആൻ്റണി എന്ന് തന്നെയാണ്. അദ്ദേഹമാണെങ്കിൽ എന്നെല്ലാം ഹയർ റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതും എനിക്കുള്ള ഉള്ളിലൊരു പേടിയായി. പക്ഷേ ഞാൻ നാമനിർദ്ദേശ പത്രിക കിട്ടിയ ഉടനെ തന്നെ അമ്മയുടെ പ്രാർത്ഥന പുസ്തകത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി കുരിശ് വരച്ച് ഉപ്പും ചേർത്ത് അപ്പോൾ പ്രാർത്ഥന പുസ്തകത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് ഒന്നേ പറഞ്ഞോളൂ, അമ്മയുടെ ഹൃദയം എന്താണോ അതെനിക്ക് നിറവേറ്റി തരണം, എന്നെ നിരാശനാക്കരുതെന്നും കൂടി ഞാൻ പറഞ്ഞു. കാരണം ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് എന്നെ പറയിപ്പിക്കാൻ ഇടകൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനിയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ 18-ാം തീയതി ആയിരുന്നു സൊസൈറ്റി ഇലക്ഷൻ വെച്ചിരുന്നതെങ്കിലും അതിനുള്ളിൽ 15-ാം തീയതി തന്നെ നിയമസഭ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് ഒരു പറ്റം ആൾക്കാർ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞു, മത്സരം തിരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കും, കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നടത്താൻ പാടില്ലെന്ന് നിയമമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും തന്നെ ഒന്നും പ്രവർത്തിച്ചില്ല. ഒരു ഭാഗത്തിനൊന്നിനും ഞാൻ എങ്ങും പോയുമില്ല. പക്ഷെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാമെന്ന് മാത്രം. പക്ഷേ ഞാൻ എന്തായാലും പുതുമുഖ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. 6,000-ത്തിലധികം മെമ്പർമാരുള്ള ഒരു സർവീസ് സൊസൈറ്റിയാണത്. അപ്പോൾ ആകെ വിഷമമായി മത്സരത്തിൻ്റെ അന്ന് ബൂത്തിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ എനിക്ക് അപ്പോഴും തോന്നുന്നില്ല. എൻ്റെ എനിക്കെന്തോ ആ സമയത്ത് പെട്ടെന്നൊരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പിന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു. അങ്ങനെ പിന്നെ ഏതോ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല, വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഇത് തന്നെ എൻ്റെ പണി. എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അങ്ങനെ മാത്രം ചെയ്തു. അങ്ങനെ നടന്നു. ഇലക്ഷൻ കഴിഞ്ഞു, ഡിക്ലറേഷൻ വന്നു വോട്ടെണ്ണൽ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ വീണ്ടും മാതാവിനെ ഇരുത്താതെ വിളിച്ചു, മാതാവേ എന്നെ നാണം കെടുത്തരുത്, നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാണല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ എല്ലാ ഈശോയുടെ കൃപയും പരിശുദ്ധമ്മയുടെ കൃപ കൊണ്ട് അപേക്ഷയിൽ ഉപേക്ഷിക്കാത്ത എൻ്റെ പൊന്നമ്മ എന്നെ നല്ല വോട്ടിൻ്റെ ശതമാനം നൽകി എന്നെ വിജയിപ്പിച്ചു. 18 പേരിൽ 3-ാം സ്ഥാനത്ത് എത്താൻ എനിക്ക് കഴിഞ്ഞു. അത് അമ്മയുടെയും ഈശോയുടെയും ഒരു പ്രത്യേക കൃപ കൊണ്ട് മാത്രമാണെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കവിടെ വിജയം ഉണ്ടായിരുന്നത്. ആ വിജയത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും എല്ലാവർക്കും ആകെ വിഷമത്തിലായിരുന്നു. കാരണം എന്നോട് നിൽക്കരുണ്ടായിരുന്ന പിൻവലിക്കുന്നവരെ പറഞ്ഞതാണ് എല്ലാവരും. ലാസ്റ്റ് പിന്നെ അപ്പോഴും എൻ്റെ സഹോദരങ്ങളിൽ 2-3 പേര് പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല, കാരണം നീ അമ്മയുടെ അടുത്ത് ഉടമ്പടിയെടുത്തേക്കണ ആളല്ലേ, പിന്നെ എന്തിനു പിൻവലിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ നല്ലൊരു വിജയം തന്നതിനായിരുന്നു നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എന്നെ വല്ലാതെ അലട്ടുന്ന, മാനസികമായി ഞാൻ തളർന്നു പോകുന്നൊരവസ്ഥയിലുള്ള കാര്യമായിരുന്നു. എൻ്റെ മൂക്കിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു. ഭയങ്കര സ്മെല്ലാണത്. കാരണം എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി തുടങ്ങി. കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള വിഷമമുണ്ട്. മറ്റുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പം മീറ്റിങ്ങിൽ ഞാൻ ഒന്നെനിക്ക് ഏറ്റവും ബാക്കിൽ പോയിരിക്കും. ഏറ്റവും ബാക്കിൽ പോയിരുന്നാലും എനിക്ക് തന്നെ തോന്നും മണം വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് സ്വയം തോന്നും. അങ്ങനെ ഞാൻ എന്നിട്ട് അമ്മയോട് വിശ്വാസപ്രമാണം പ്രാർത്ഥിക്കും. ഡോക്ടർമാർ കുറേ കണ്ടു. അവർ പലരും തരുന്ന മരുന്നുകളെല്ലാം കഴിച്ചു. അവർക്ക് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കുറേ ടെസ്റ്റുകൾ നടത്തി. പക്ഷേ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും നേരം വെളുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നിട്ടത്തെ പരിശുദ്ധമ്മയുടെ തൈലം കുരിശ് വരച്ച് വിശ്വാസപ്രമാണത്തിൽ കുരിശ് വരച്ചിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. അപ്പോഴെനിക്ക് വിശ്വാസമുണ്ട് അമ്മ എനിക്കിത് മാറ്റിത്തരുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ വളരെയധികം വിഷമിച്ചിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ നീ എന്നെ കൈവിടോ, എനിക്ക് ഈ മണമൊന്നും മാറ്റി തരില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം എഴുന്നേറ്റപ്പം പിന്നെ മൂക്കിനോട് ഒലിപ്പ് കാണുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ മൂക്കിൽ ഒലിപ്പ് തീരെ നിന്നു. ഇതും എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക്. കാരണം ഡോക്ടർമാർ പോലും തോറ്റെടുത്താണ് അമ്മ എന്നെ ഈ രോഗത്തിൽ നിന്ന് മോചിതനാക്കി തന്നത്. അതിനും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ നിയോഗം വെച്ചിരിക്കുന്നതെല്ലാം തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ ആരെല്ലാം പ്രാർത്ഥന സഹായങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു 80% നിയോഗങ്ങളും അമ്മയും ഈശോയും സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അവരുടെ സാക്ഷ്യം പറയാൻ സാധിക്കില്ല. അതിൽ 1-2 പേര് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തരുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ അവിടെ
എന്നെ കഴിയുന്ന രൂപത്തിലെല്ലാം മുൻപ് ഞാൻ ചെയ്തിരുന്നതാണ്. എന്നാലും അവിടെ ഒരു മെൻ്റലി റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ എനിക്ക് എല്ലാ മാസവും എനിക്ക് പെൻഷൻ കിട്ടുന്ന സമയം എനിക്ക് പറ്റുന്ന വിധത്തിലുള്ളൊരു തുക കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമൊക്കെ ചോറ് പൊതികൾ കെട്ടി വീട്ടിൽ നിന്ന് തന്നേക്കും, അത് കൊണ്ടുപോയിട്ട് എല്ലാം അവിടുത്തെ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ട് കൊടുക്കും. ആര് എൻ്റെ അടുത്ത് വന്ന് എന്ത് സഹായം അഭ്യർത്ഥിച്ചാലും എനിക്ക് സാധിക്കാത്തതാണെങ്കിൽ, കാരണം എനിക്കും സാമ്പത്തികം അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നൊരു വ്യക്തിയല്ല, അതുകൊണ്ട് എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ആ സങ്കടത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞാൻ ശരിക്കും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലപ്പം 6-7 കെട്ടൊക്കെ മേടിച്ചു കൊണ്ടുപോകും. അവിടെ ഉടമ്പടി എടുത്ത ആൾക്കാരെ, കാരണം തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും അതിരപ്പള്ളി മേഖലയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ബസ്സൊക്കെ കുറവാണ്, പിന്നെ കാടുമാണ്. അതിൻ്റെ പേരിൽ വൈകിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആനശല്യമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരാനും അവർക്ക് പറ്റാറില്ല. ബസ്സിൻ്റെ ദൗർലഭ്യമുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് ഞാനിവിടുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് ഉടമ്പടി എടുത്തവർക്കൊക്കെ അവരുടെ ഉടമ്പടി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പത്രം കൊണ്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഞാനിവിടെ വരും. എല്ലാ മാസവും വന്നിട്ട് ഇതുവരെ മുടങ്ങാതെ ഒട്ടുമുക്ക മാസം വരും. എനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ സഹോദരനും ഉടമ്പടിയിലാണ്. അദ്ദേഹം വന്നിട്ട് പത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിതുവരെ മുടക്കം വരുത്താതെ എല്ലാവരോടും വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് ഇത് നിങ്ങൾ വായിക്കണം, വായിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് എന്തെങ്കിലും നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അപ്പോൾ അമ്മ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഒരിക്കലും പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ വീടുകളിൽ തന്നെ കൊണ്ടുപോയി എത്തിക്കാറാണ് പതിവ്, കഴിവതും വീടുകളിലോ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ പേട്ടയിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. അവരും വളരെ താല്പര്യത്തോടുകൂടി തന്നെ, ആരും എന്നോട് ഇത്രയും കാലത്തിനിടയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിന് അമ്മോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മോട് പറഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. എല്ലാ പത്രത്തിന്മേ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കുരിശ് വരച്ചിട്ടേ പോവുള്ളൂ. പക്ഷേ അതെല്ലാം മാതാവ് എത്രയോ വേഗം തന്നെ തീർത്ത് എല്ലാം ചെയ്യാനുള്ള മനസ്സും എനിക്ക് തരുന്നുണ്ട്, അതിനുള്ള ആരോഗ്യം തരുന്നുണ്ട്. പരീക്ഷണങ്ങൾ ഇഷ്ടം പോലെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും പരീക്ഷണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ശാരീരികമായിട്ടായാലും എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരിക്കലും അമ്മയെ തള്ളിപ്പറയാനോ ഈശോപ്പനെ തള്ളിപ്പറയാനോ എൻ്റെ മനസ്സിന് അനുവദിച്ചിട്ടില്ല. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ യേശു എനിക്ക് എൻ്റെ വഴികൾ തെളിയിച്ച് തരുമെന്നുള്ള വിശ്വാസം എന്നും എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നിത്യത വരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്ര കാലം വയ്ക്കുന്ന അത്രയും വരെ ഉടമ്പടിയിൽ സത്യസന്ധമായി പാലിച്ചു പോകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലത്തെ കപ്പ്യാരാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകേണ്ടി വരും. അപ്പോൾ പള്ളിയിൽ മുടങ്ങാതെ പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ വേദപാഠ ഡിപ്പാർട്ട്മെൻറ്റ് അച്ഛനാണ്, കൈക്കാരാണ്. അങ്ങനെ എല്ലാം ആത്മീയമായി വളരാനായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ള മക്കളെ നല്ല വഴി കൊണ്ടുവരാൻ വേണ്ടി ഞാനത് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് വളരാനുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് എനിക്ക് എപ്പോഴും കൂടി വരുന്നുണ്ട്. ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ട്. ഒരിക്കലും ഒരു മടി തോന്നുന്നില്ല. തോന്നാൽ തന്നെ ആരോഗ്യക്കുറവ് കൊണ്ടുള്ളൊരു മടി വന്നാൽ തന്നെ പറയും എനിക്ക് ആരോഗ്യം തായോ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സായോ എന്ന് ആ മാതാവിനോട് പറയും. അപ്പോൾ മാതാവ് എനിക്ക് അപ്പം തന്നെ അതിനുള്ള ആരോഗ്യം തരും, ഇപ്പം ചെയ്യാനുള്ള മനസ്സും തരാറുണ്ട്. എൻ്റെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ആ വിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്. എനിക്കും നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് പരീക്ഷണങ്ങൾ കുറേ ദൈവം തരും, കുറേ വേദനകൾ തരും. പക്ഷെ നമ്മൾ നിരാശരാവേണ്ട. നമ്മുടെ യാചനകളും നിരാഗ്രഹങ്ങളെല്ലാം എപ്പോഴെങ്കിലും അമ്മ ഈശോയെ നിറവേറ്റി തരും. ഉടമ്പടികളാണല്ലോ ഒന്നൊരു ബോധ്യം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്ന കഴിഞ്ഞ ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ. ഇനിയും അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തരുമെന്ന് ഉറപ്പായ വിശ്വാസത്താൽ 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്ക് അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷിയോടെ നിർത്തുകയാണ്. താങ്ക് യു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനമാണ്. നമ്മുടെ ഒപ്പമുള്ളൊരു ദൈവമാണ്, ദൂരെയല്ലാത്ത ഒരു ദൈവം. രക്ഷിക്കാൻ കഴിവുള്ള രക്ഷകനായ ഒരു യോദ്ധാവാണ് നമ്മുടെ കൂടെയുള്ളത്. നിരാശയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വാഗ്ദാനമാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ നാം ഓരോ മക്കളും ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളുടെയും നിരാശകളുടെയും നിമിഷങ്ങളിൽ നമുക്ക് ധൈര്യം നൽകുന്ന, ഒരു വിജയം നൽകുന്ന ഒരു യോദ്ധാവിൻ്റെ അനുഭവങ്ങളാണ് ഉടമ്പടി മക്കൾ ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ആൻ്റണി എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും കർത്താവിൻ്റെ പരിപാലനയും വിജയം നൽകുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു വലിയ ഒരു ദൈവാനുഭവമാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തിയത്.
അതായത് സഹോദരൻ പല പ്രാവശ്യവും കൃപാസനത്തിൽ വന്നു. ആദ്യം വന്നു, രണ്ടാമത് വന്നു, മൂന്നാമത് വന്ന് മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. പിന്നീട് നാലാമത് വന്നപ്പോഴാണ് സഹോദരന് ഉടമ്പടി എടുക്കാനായിട്ട് സ്വയം തീരുമാനിക്കുകയും അങ്ങനെ ഉടമ്പടി എടുത്ത ഉടമ്പടി ജീവിതം ഭക്തിയോടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സൊസൈറ്റിയിൽ ഇലക്ഷൻ വരികയും അവിടെ 18 പേരിൽ ഒരാളായിട്ട് നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് നോമിനേഷൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഈശോയുടെ മമ്മയുടെ അരികിൽ വെച്ച് കൃപാസന ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൻ പറയുന്നു, 18 പേരിൽ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, നല്ല മെറിറ്റുള്ളവരാണ്. ഇതൊരു പുതു വ്യക്തിയാണ്, ആൾക്കാരെ അധികം വ്യക്തിപരമായിട്ട് നല്ല അറിവില്ല. എങ്കിലും മറ്റ് കുറച്ച് പേരുടെ പ്രോത്സാഹന പ്രകാരം പിന്നെ ഉടമ്പടി എടുത്തു എന്നുള്ള ഒരു വലിയ ഉറപ്പിന്മേൽ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് 18 പേരിൽ മൂന്നാം സ്ഥാനം നൽകി ഈശോയും അമ്മയും വിജയിപ്പിച്ച് ഇന്നൊരു ബോർഡ് മെമ്പറായിട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സൊസൈറ്റിയിൽ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്തെന്നാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകനെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ നമ്മൾ വിലപ്പെട്ടവരായതുകൊണ്ടാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 43-ാം അധ്യായം 4-ാം വചനം പറയുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവൻ എന്നാണ്. നമ്മൾ ആയതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈശോയും അമ്മയും നമ്മെ ഈ ആലയത്തിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യവും. 2 വർഷത്തോളം ഉണ്ടായിരുന്ന മൂക്കിൽ നിന്നോട് വരുന്ന പഴുപ്പ്, അത് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടൊന്നും പ്രയോജനമുണ്ടായില്ല. സ്വയം തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ദിവസങ്ങളായിരുന്നു, മാനസികമായിട്ട് തളർത്തുന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെയാണ് ഈ സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-ാം വചനം പറയുന്നത്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുന്ന എന്തും ലഭിക്കുവാൻ ഉള്ള ഒരു വിശ്വാസമാണ്. വിശ്വസിക്കുക, പ്രത്യാശയോടെ വിശ്വസിക്കുക എന്നാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആൻ്റണിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റോസ്ലി ജോർജ്. ഇത് എൻ്റെ മൂത്ത മകൾ അഞ്ജന ജോർജ്. ഇത് എൻ്റെ ഇളയ മകൾ അപർണ ജോർജ്. ഞാൻ വരുന്നത് കോതമംഗലത്തിനടുത്തുള്ള മാതിരിപ്പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/9/2025 എൻ്റെ ഇളയ മകൾ OET പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞായിരുന്നു. അവളുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരികളും പോയിരുന്നു. അയർലൻഡിലേക്ക്, UK എല്ലാം പോയിരുന്നു. മകൾക്ക് കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. ഞാനിവിടെ വന്ന ഒരു നിമിത്തം പോലെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങൾ എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് അപർണ ജോർജ്. എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. ഞാൻ OET പാസ്സായി 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നുണ്ടായില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും വരാത്ത സാഹചര്യത്തിൽ പ്രാർത്ഥനയോടെയുള്ള ആ ഒരു ഇത് കുറയുകയും പിന്നെ പരിശുദ്ധ ജപമാല അർപ്പിക്കാൻ മറന്നു പോവുകയും സമയം കിട്ടുമ്പോൾ മാത്രം ജപമാല അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലമായിട്ടൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ആഴ്ച അയർലൻഡ് ഓപ്പണായി എന്ന് ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു.
അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് കിട്ടി. അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, കൊച്ചി മാരിയറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പഠിച്ചു, പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷേ പ്രിപ്പയർ ചെയ്യാനുള്ള ടോപ്പിക്സ് എല്ലാം ഏജൻസിയിൽ നിന്ന് തന്നിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ ടോപ്പിക്സ് എല്ലാം അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാനതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിനെ കോള് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ പോയിരുന്നു. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അയർലൻഡിലെ 2 ഐറിഷ് ലേഡീസ് ആയിരുന്നു. അവർ പറയുന്ന ലാംഗ്വേജ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ആ സമയത്ത് എപ്പോഴും ഒരു വിശ്വാസം വരികയും ഞാൻ മാതാവിനോട് പിന്നീട് ശക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാതാവ് തരുമെന്ന് വിശ്വസിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് ഇങ്ങനെയായിരുന്നു: ഐ ആം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്, ഒരുപാട് കരഞ്ഞു, മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, ഒരു ദിവസം പോലും ഞാൻ ജപമാല ചൊല്ലാതിരിക്കില്ല. ഇനി അങ്ങോട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊരു വാക്ക് ഞാൻ മാതാവിനെ സമർപ്പിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, കൃപാസനത്തിൽ ജപമാല റാലി നടക്കുന്നുണ്ട്, നീ വരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ജപമാല റാലിക്ക് വേണ്ടിയിട്ട് എന്നെ ആത്മീയമായി ഒരുപാട് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഉപവാസം എടുത്തു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞാൻ നോമ്പെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി. അങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകേണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കാലിൽ ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം, എൻ്റെ കാലിൽ ടെൻഡൻ നീര് വെച്ച് അത് ചുവന്ന് ഒരുപാട് സ്വെല്ലിംഗ് ആയിട്ട് കാലെനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകുമെന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. അന്ന് വീട്ടിൽ വന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു എങ്ങനെ ഈ കാല് വെച്ച് പോകുമെന്നുള്ളത്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ആത്മീയമായി ഒരുപാട് തയ്യാറെടുത്തിരുന്നു. കാരണം എൻ്റെ ആവശ്യമാണ് ജപമാല റാലിക്ക് പോകണമെന്നും മാതാവിൻ്റെ എൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്ന് വീട്ടിൽ വന്ന ദിവസം അമ്മ ചൂടുവെള്ളം അതിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് ഞാൻ കാലിൽ ചൂട് പിടിച്ചു. ആ സമയത്തും എനിക്ക് വേദനയുണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയ സമയത്തും അമ്മ കാലിൽ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും എല്ലാം എൻ്റെ കാലിൽ പുരട്ടി. അങ്ങനെ എപ്പോഴും എൻ്റെ വേദന പതിയെ ഒന്ന് കുറഞ്ഞ് എൻ്റെ വേദനയ്ക്കൊരാശ്വാസം ഉണ്ടായി. ഞാൻ പതിയെ ഒന്ന് മയങ്ങി, ജപമാലയൊക്കെ ചൊല്ലി മയങ്ങി. ഇവിടെ വന്നു, വെളുപ്പിന് വന്നു, മാതാവിനെ കണ്ടു. മാതാവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ ജപമാല റാലി കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാവണം, എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് അമ്മ തരണം എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിമിത്തം അല്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ മാതാവ് അമ്മ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കാലിൽ പുരട്ടിയതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാലിലെ വേദന മാറുകയും അത്രയും കിലോമീറ്ററോളം ഞാൻ നടന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും എൻ്റെ ജപമാല റാലി എനിക്ക് വളരെ ഭക്തിയോടെ ഞാൻ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. ആ അസുഖം എന്നെ വിട്ട് മാറി എന്നുള്ളതാണ്. എനിക്ക് ആ സമയത്ത് പിന്നീട് ഒരു വേദനയും ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എനിക്ക് പറയേണ്ട കാര്യം, എൻ്റെ വിസയ്ക്ക് വെക്കാൻ പോയപ്പോഴുള്ള സമയമായിരുന്നു. വിസയ്ക്ക് വെക്കാൻ പോയ അന്ന് അമ്മ എൻ്റെ ഡോക്യുമെൻസിൻ്റെ കവറിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ശിരസിൽ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു തടസ്സവും കൂടാതെ കൊച്ചി VFSലെത്തി. അവിടെ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് പോകുന്നത്, എനിക്ക് വഴി അറിയില്ല, എനിക്ക് വഴി കാണിച്ചു തരണം, എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ അമ്മയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വഴി അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് മോളെങ്ങോടെ പോണേന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാനും അതേ സ്ഥലത്തോട്ടാണ് പോകുന്നത്, എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിന് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി. പക്ഷെ ഞാൻ ആ ചേച്ചിയെ
കണ്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അത് എൻ്റെ കൂടെ വന്നത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എൻ്റെ അമ്മയെ അയച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും തീർത്ത് വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മെഡിക്കലിന് പോകുന്ന കാര്യമാണ്. ഞാൻ മെഡിക്കലിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് TBയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, മാൻടോക്സ് എന്ന് പറയുന്നത്, തൊലിപ്പുറത്താണ് എടുക്കുന്നത്. അത് എടുത്ത അന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു, വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കയ്യിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ വരെ ഇല്ലാത്ത സ്ഥലത്ത് പാട് വെച്ചിട്ട് അത് മൊത്തം വീർത്ത് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുമായിരുന്നു ആ സ്ഥലം. അപ്പം എനിക്കൊരുപാട് ടെൻഷനായി. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാൻഡോക്സ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾക്ക് മെഡിക്കൽ റിജക്ഷൻ വരികയും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുന്നു. അങ്ങനെ ഞാനും അമ്മയുടെ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് മാൻഡോക്സ് റീഡ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണമായിരുന്നു. അന്ന് പോയ അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഒരു പാടും ഉണ്ടായില്ല, അത് അപ്രത്യക്ഷമായി പോയിരുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച തലയാഴ്ച മൊത്തം എനിക്ക് പനിയും ജലദോഷവും നല്ല കഫക്കെട്ടും ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ തലേദിവസം വരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചു. എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൽ ഇൻഫെക്ഷനായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും റിജക്ഷൻ വരും. ഞാൻ എന്ത് ചെയ്യുന്നോർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷേ ഞാൻ എക്സ്റേക്ക് കയറുന്നതിന് മുന്നേ അമ്മ എനിക്ക് ഉടമ്പടി തൈലങ്ങൾ ഉപ്പ് കഴിക്കാനായിട്ട് തന്നു. എൻ്റെ നെറ്റിയിൽ തൈലം പൂശി തന്നു. ഉടമ്പടി വസ്തുവായ തേൻ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു. അങ്ങനെ എക്സ്റേ എടുത്തു. അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എക്സ്റേയുടെ റിസൾട്ട് നോർമലായിരുന്നു. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ തരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടും ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. എൻ്റെ വിസ എൻ്റെ കയ്യിൽ വന്നു, തടസ്സങ്ങളൊന്നും കൂടാതെ. എൻ്റെ മെഡിക്കൽ ക്ലിയറായി എനിക്ക് കിട്ടി. എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്താണ് നിൽക്കുന്നത്. മാതാവിനോട് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം മാതാവ് തന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ജപമാല റാലിക്ക് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പുതിയ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ലീവൊക്കെ എടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയി. പക്ഷേ അന്ന് എനിക്ക് വളരെ വൈകിയാണ് അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനൊന്നും പറ്റിയുണ്ടായില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലണ സമയത്താണേലും ഞാൻ എഴുന്നേറ്റിരുന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, അന്ന് എനിക്ക് കിട്ടാതെ പോയത് എന്നെ 2 ഐറിഷ് ലേഡികൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അമ്മ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തരണം, ഇന്ന് ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് അമ്മ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തേനും എൻ്റെ ഹെഡ്സെറ്റിൽ പുരട്ടുകയും എൻ്റെ നെറ്റിയിൽ പുരട്ടുകയും അതുപോലെ എൻ്റെ ഫോണിലാണെങ്കിലൊക്കെ നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങി. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു ഐറിഷ് ലേഡി ഉണ്ടായിരുന്നു, അല്ലാത്തൊരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷേ ഐറിഷ് ലേഡി എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ല, വേറൊരു സ്ത്രീയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലായി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന്. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. പക്ഷേ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് വേറൊരാളായിരുന്നു. എന്നോട് താങ്ക് യു പറയാൻ വേണ്ടി മാത്രമാണ് ഐറിഷ് ലേഡി എന്നോട് സംസാരിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇതെൻ്റെ മൂത്ത മകള്. ഈ മകളും നേഴ്സാണ്. അപ്പോൾ ഈ മകളും ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചായിരുന്നു ഈ മകൾക്കൊരു ഗവൺമെൻറ് ജോബ് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേര്യമംഗലം PHCയിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഈ മകൾക്ക് ജോലി കിട്ടി. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ ഈ മകൾക്ക് ഇച്ചിരി സാലറി കൂട്ടിക്കൊടുക്കണമെന്ന് മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ അവിടെ കയറുന്നതിന് മുൻപ് 3-ാമത്തെ ദിവസം 1600 രൂപ ഈ മകൾക്ക് കൂട്ടിക്കൊടുത്തു.
ഈ മകൾ PHCയിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ നേര്യമംഗലത്തുള്ള പാലിയേറ്റീവ് നഴ്സുമാരായിരുന്നു അധികം അവിടെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, അമ്മേ ഇത് കിട്ടില്ല അമ്മേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അമ്മ ഇത് നിനക്കുള്ളതാണെങ്കിൽ അമ്മ ഇത് തന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ ആ ജോലി കിട്ടി, അത് തുടർന്നുകൊണ്ട് പോകുന്നു. ആ ഇൻ്റർവ്യൂവിന് ആ പഞ്ചായത്തിലെ ഒരു 10 പേരുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ആ പഞ്ചായത്തിൽ നിന്ന് അല്ലാതെ ഒരാളുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും എനിക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ അവർ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടില്ല, കാരണം ആ പഞ്ചായത്തിലെ തന്നെ 10 പേരാണ്, പഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇൻ്റർവ്യൂവിൽ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. കാരണം അന്ന് അവിടെ വന്ന ആരുടെയും കയ്യിൽ പാലിയേറ്റീവിൻ്റെ സർട്ടിഫിക്കറ്റ്, പാലിയേറ്റീവ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കാണ് ആ സെലക്ഷൻ കിട്ടിയത്. ഇത് പോവാൻ നേരത്താണേലും അമ്മ എനിക്ക് തൈലം നെറ്റിയിൽ തൂത്ത് തന്നായിരുന്നു. പിന്നെ തേനും ഉപ്പും എല്ലാം തന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പ് അവിടെ ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ആ ജോലി അമ്മ മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഡ്രൈവിങ് പഠിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒറ്റ വാശിയിലാണ് എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വിടുന്നത്. ഡ്രൈവിങ്ങൊക്കെ പഠിച്ച് ടെസ്റ്റിൻ്റെ തലേ ദിവസം ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ വന്ന ആളല്ലായിരുന്നു അന്നേ ദിവസം വന്നേ. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞു, നീ ചെയ്യണത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഇത്രയും ദിവസം ഞാൻ പഠിച്ചതുപോലെയല്ല, പെട്ടെന്ന് എന്നോട് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ വീട്ടിൽ വന്ന അമ്മേനോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ മാതാവ് കൂടെയുണ്ട്. അമ്മ എന്നിട്ട് പിറ്റേ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ നേരത്ത് കാശ് രൂപം എൻ്റെ ഉടുപ്പിൽ കുത്തി തന്നു, തൈലം തൂറ്റി തന്നു, അതുപോലെ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കുറവും ഇല്ലാതെ അമ്മ മാതാവ് ഇപ്പോൾ എന്നെ ഞാൻ വണ്ടിയിൽ എല്ലാവരും മോളെ ഇരുത്തിയിട്ടാണേലും അമ്മയെ ഇരുത്തിയിട്ടാണേലും വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് 5 കെട്ട് പത്രം മേടിക്കും. അതുപോലെ 5 ടിന്ന് തേൻ, 5 ടിന്ന് ഉപ്പ്, കുഞ്ഞ് കാശ് രൂപം, കൊന്ത, ഇത്രയും മേടിക്കും ഞാൻ ഇവിടുന്ന്. അപ്പം ഞാൻ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആശാ വർക്കറാണ്. അപ്പം ഞാൻ അങ്ങനെ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്നോട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മയെക്കുറിച്ച്. അപ്പം ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഉടമ്പടി ഉപ്പും കൊടുക്കും, തേനും കൊടുക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ പറയും, മോളെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ നെറ്റിയിൽ തൈലം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ച് പറയും, മോളെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ അസുഖം ഭേദപ്പെട്ടു മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുവാൻ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം ചിലപ്പോൾ എനിക്ക് മിക്ക ദിവസങ്ങളും കൂടാൻ എനിക്ക് ആ സമയത്ത് കൂടാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാനത് കൂടിയിരിക്കും, എന്തായാലും ഞാനത് കൂടിയിരിക്കും. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ ഞാൻ പോകും. പള്ളിയിൽ പോകുന്നത് പറയുന്നത് ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നത് ഒരു ഭയങ്കര ഒരു ഒരു കയറ്റത്താണ് ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാവിനെ മാത്രം വിളിക്കും, അമ്മേ ഈ കയറ്റം കയറാൻ അമ്മ എന്നെ സഹായിക്കണേ, അമ്മ എൻ്റെ കൈ പിടിക്കണേ എന്നും പറഞ്ഞിട്ട് ഞാൻ കയറുന്നത്. പക്ഷേ ഒരു കുറവുമില്ല, ഞാൻ ആ കയറ്റം കയറി അണയ്ക്ക പോലുമില്ല. ഞാൻ ആ പള്ളിയിൽ ചെന്ന് എനിക്ക് സുഖമായിട്ട് കുർബാന കൂടി തിരിച്ചു വരുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് എന്നിലാവുന്ന വിധം സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. 10 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അന്ന് ഒരു പൂവ് ചോദിച്ചാൽ എനിക്ക് പൂക്കാലം തരുന്നൊരവസ്ഥ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജോലി സ്ഥലത്ത് ഞാനിതുപോലെ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കര ജോലിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ശൈലി സർവേ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. ഇന്ന് നമ്മൾ ഒരിക്കലും സഞ്ചരിക്കാത്ത, കണ്ടു പരിചയമില്ലാത്ത
പുതിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡായാലും ജോലിക്കാര്യമായാലും ഈവൻ ഇൻക്ലൂഡിങ് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം പുതിയ പുതിയ സാഹചര്യങ്ങളാണ്. കാണാത്ത വഴിയിലൂടെ കടന്നു പോകുവാൻ ഒരു വലിയ പ്രത്യാശ നമുക്ക് തരുന്നത് ഇന്ന് ഉടമ്പടിയാണ്. നാം അറിയാത്ത വഴിയിലൂടെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് ദൈവം തുറന്നു കൊടുക്കുന്ന പുതിയ പദ്ധതികളാണ്. റോസ്ലി ജോർജ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ദൈവം തുറന്നു കൊടുത്ത ഒരു പുതിയ വഴികളെ പറ്റിയുള്ള ദൈവാനുഭവ സാക്ഷ്യമാണ്. ഇളയ മകൾ OET പഠിച്ചിട്ട് അയർലൻഡ് സ്കോർ കിട്ടി വീട്ടിലിരുന്നപ്പോഴാണ് അമ്മ മകൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാം ആഴ്ച തന്നെ അയർലൻഡ് പോകാനായിട്ട് ഓപ്പൺ ആവുകയും പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുകയാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആദ്യം ഒരു അറ്റംപ്റ്റ് ചെയ്തു. അത് ഈ മകൾ നല്ലതുപോലെ പഠിച്ചിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്പം പുറകിലായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചു, പഠിക്കുവാനുള്ള സമയം അധികം ലഭിച്ചില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ ബലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങൾക്കും പോയപ്പോഴെല്ലാം ഉടമ്പടി വസ്തുക്കളും ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണവും എല്ലാം അനുഭവിച്ചതായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജപമാല റാലിയിൽ അഖണ്ഡ ജപമാല റാലിയിൽ വന്നപ്പോൾ വരാൻ തീരുമാനിക്കുകയും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ മകൾ ജപമാല റാലിക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ടെൻഡനൈറ്റിസ് എന്ന രോഗം വരികയും വരാൻ പറ്റുമോ എന്ന സാഹചര്യത്തിൽ കാല് നല്ലതുപോലെ നീര് വയ്ക്കുകയും അതെല്ലാം അതുമെല്ലാം മറന്നിട്ടാണ് എല്ലാ ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഈ മകൾ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വാസത്തോടെയാണ് അഖണ്ഡ ജപമാല റാലിക്ക് വരികയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ റാലിയിൽ തന്നെ ഈ മകൾക്ക് ടെൻഡനൈറ്റിസ് എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും അന്ന് രാവിലെ ഉടമ്പടി വസ്തുക്കളായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മകൾ പ്രാർത്ഥിച്ചത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നാണ്. അങ്ങനെയാണ് അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കിയത്. കാരണം ഒരു സ്ത്രീ നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ ആ സാന്നിധ്യത്തിൽ തന്നെ ഒരു ഉറപ്പ് നൽകി അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത്. വിസയ്ക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രയിൽ അവിടെയും ഒരു സ്ത്രീ വന്നാണ് സഹായിച്ചത്. എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവിനെ കൂടെ അയച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏത് വഴിയിലൂടെ പോകുമ്പോഴും പുതിയ വഴിയിൽ കൂടെ സഞ്ചരിച്ചായാലും പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെ പോയാലും അമ്മ മാതാവുണ്ട് നമ്മുടെ സംരക്ഷണത്തിന്, ഈശോയുണ്ട് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട്. അങ്ങനെ അവിടെയും വിസയ്ക്ക് പോയപ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത തോന്നി. ഉടമ്പടി വസ്തുക്കൾ ആ മകൾ കൂടുതൽ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും പിന്നീട് ടെസ്റ്റിന് പോയപ്പോൾ TB ടെസ്റ്റ് ക്ലിയറാക്കി കൊടുക്കുകയും ചെയ്തു. ഇതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയും ഇൻ്റർവ്യൂവും വിസയും മെഡിക്കൽ ടെസ്റ്റും എല്ലാം അമ്മ കൂടെ നിന്ന് നടത്തി കൊടുത്തതായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് പ്രകാരം ഇൻ്റർവ്യൂ പാസ്സാവുകയും ഈ മകൾ ഏപ്രിൽ 6-ാം തീയതി അയർലൻഡിന് നഴ്സായിട്ട് ജോലിക്ക് പോവുകയുമാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് അമ്മ തന്ന ഒരു അനുഗ്രഹമാണ്. അമ്മയുടെ കൃപയാലാണ് ഈ നഴ്സിംഗ് എന്ന ജോലി ലഭിക്കുകയും, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്, അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഈ ജോലി ലഭിച്ചതെന്നാണ് ഈ മകൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്.
പിന്നീട് മൂത്ത മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു അമ്മ സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് PSC പാലിറ്റീവ് കെയർ നഴ്സായിട്ടാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത്. അതും സാലറി ഇൻക്രിമെൻറ്റിന് പ്രാർത്ഥിച്ചതും അതും അമ്മ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയായിരുന്നു. 10 പേരുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഒന്നും വിളിച്ചവർ. പക്ഷേങ്കിൽ ഈ മകൾക്ക് മാത്രമേ പാലിറ്റീവ് യൂണിറ്റിൽ ജോലി ചെയ്യാനുള്ള നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായതിന് പ്രകാരം ഈ മകളെ സെലക്ഷൻ ആവുകയും ചെയ്തത്. അതും അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം പ്രാർത്ഥിച്ചതെന്തും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ അമ്മയ്ക്കുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ എല്ലാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. ചോദിക്കുന്നത് എന്ത് ലഭിക്കുന്ന തരുന്ന ഒരു ഈശോയാണ്. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവിൽ വിശ്വാസം സമർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 5-ാം വചനം 3-ാം വചനം പറയുന്നത്. അതിൻ പ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്കുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച റോസ്ലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും മക്കൾക്കുള്ള ജോലിക്കും രോഗസൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും